ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിൽ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് എടുക്കാം. നല്ല കട്ടിയുള്ള തൊലിയൊക്കെ ആണെങ്കിൽ കളയുന്നതായിരിക്കും നല്ലത്. ഇത് മധുരമുള്ള കറിയാണെന്ന് പറഞ്ഞല്ലോ. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. ഇത് നിങ്ങളുടെ കയ്യിലുള്ളത് കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്തൊന്നും എടുക്കണ്ട. ഡയറക്റ്റായിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഈ കറി ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂണിന്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. പെരിഞ്ജീരകം വേഗം തന്നെ മൂത്ത് കിട്ടും. ഇനി ചേർക്കേണ്ടത് കായമാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കായം കരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ ഈ മാങ്ങയൊന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങ എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരും. അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ മാങ്ങ 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തത്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 1 കപ്പ് വെള്ളം, അല്ലെങ്കിൽ മാങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഈ മാങ്ങ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങ മൂടി വെച്ച് വേവിച്ചെടുക്കണം. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കുകയാണ്. മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക. മാങ്ങ വേവുന്നതിന് മുമ്പായിട്ട് ശർക്കര ചേർത്ത് കൊടുത്താൽ പിന്നെ മാങ്ങ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം കറി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ കറി ചട്ടിയിൽ തന്നെ ഇരുന്നാൽ നന്നായിട്ട് അങ്ങ് കുറുകിപ്പോവും ചട്ടിയുടെ ചൂടുകൊണ്ട്. ഈ ഒരു ചാറോട് കൂടിയിട്ട് ഈ കറി ഉള്ളതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങക്കറിയാണ്. ഇത് മാങ്ങാക്കാലമൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്